ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മിന്നും വിജയം നേടിയതിന് പിന്നാലെ ഇപ്പോൾ ഇന്ന് പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ ജനങ്ങൾ എങ്ങനെയാണ് വലിയ പ്രതീക്ഷയോടെയാണല്ലോ പ്രിയങ്കയെ പാർലമെൻറ്റിൽ എത്തിച്ചത്. പക്ഷേ സഹോദരൻ ഈ അതിനേക്കാൾ അവിടെ ഒരു വേറെ ചർച്ച ഉണ്ടായിരുന്നു. ഈ രാഹുൽ ഗാന്ധി വരുന്നതിനേക്കാൾ കൂടുതൽ അവിടെ ആനകൾ വന്നിട്ടുണ്ട്, വയനാട് സന്ദർശിച്ചിട്ടുണ്ടെന്ന് ഒരു വിമർശനമെല്ലാം എതിർ പാർട്ടിക്കാർ ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ട്. എത്രത്തോളം പ്രതീക്ഷയാണ് പ്രിയങ്കയുടെ ഈ വരവ്? പ്രിയങ്ക ഗാന്ധി ഇന്ന് 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് MP ആയിട്ട് വന്നിട്ടുണ്ട്. പ്രിയങ്ക ജനപ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ പാർലമെൻറ്റിലോ നിയമസഭയിലോ ഒന്നും നേരത്തെ മത്സരിച്ചോ അല്ലെങ്കിൽ അംഗമായിട്ടോ ഒന്നും നമ്മൾ കണ്ടില്ല. അപ്പം പുതിയൊരു രാഷ്ട്രീയ ചുവടുവയ്പ്പാണ് പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലെ ഇന്നത്തെ സത്യപ്രതിജ്ഞയോടുകൂടി നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വയനാട്ടുകാർക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ ആ പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ഇനിയും BJPയോടെ അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാരോട് മത്സരിക്കുന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയോട് മത്സരിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിട്ടുള്ള ഒരു നേതാവായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് പ്രിയങ്ക ഗാന്ധി. കാരണം രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട്, അതായത് 2014 ശേഷം ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സും രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യവും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യവും ഒക്കെ ജനങ്ങളെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനോ അല്ലെങ്കിൽ ആ മുദ്രാവാക്യങ്ങൾക്കൊക്കെ BJP മറുപടി പറഞ്ഞു കഴിയുമ്പോൾ ആ മറുപടിയിൽ ഒതുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ആ മറുപടി കൊണ്ട് ഈ മുദ്രാവാക്യങ്ങൾക്ക് വ്യാജ മുദ്രാവാക്യങ്ങളാണെന്നും അതിനകത്ത് യാതൊരു സുതാര്യതയുമില്ലെന്ന് കണ്ട് ജനം തിരസ്കരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ പറയുമ്പോഴും സൃഷ്ടിക്കുമ്പോഴും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 2014 40 പുറത്ത് സീറ്റുകൾ, അതിനുശേഷം 50 ഈ 50 എന്നുള്ളത് കോൺഗ്രസിൻ്റെ 100 സീറ്റിലേക്ക് മാത്രമാണ് വരുന്നത്. കേവല ഭൂരിപക്ഷത്തിനകത്തേക്ക് വരുന്നതിന് വേണ്ടി ഒരു മുന്നണിക്ക് എത്ര സീറ്റ് കുറവുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഘടകകക്ഷികളുടെ സീറ്റുകളിൽ കൂടെ കൂട്ടിയാൽ പോലും എത്ര വരുമെന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. 2009 മൻമോഹൻ സിംഗ് 206 സീറ്റ് നേടിയിട്ടുണ്ട്. 2009 രാഹുൽ ഗാന്ധിയാണ് ഈ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ അത് 44 ആകുന്നു, പിന്നീട് അത് 54 ആകുന്നു, ഇപ്പോൾ 99 ആകുന്നു. മൻമോഹൻ സിംഗിന് നേടാൻ കഴിഞ്ഞത് പോലും മൻമോഹൻ സിംഗ് 209 എന്ന് പറയുമ്പോൾ ആശ്ചര്യത്തോടുകൂടി പറയണ്ട. 3-2 ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടുണ്ട്. 400 പുറത്ത് സീറ്റിൽ, അത് ഇത് ആർക്കാരും ആ സീറ്റിൽ ഭരിച്ചിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ആണ് ഇന്ന് BJPക്ക് 100 സീറ്റ് കിട്ടുമ്പോൾ പഴയ രാഷ്ട്രീയം ഒന്നും ആൾക്കാർക്ക് അറിയാൻ വയ്യ എന്നുള്ള രീതിയിൽ ആ 100 സീറ്റിന് ജയിച്ച് ഭരിക്കുന്ന പാർട്ടിയെക്കാട്ടിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചില മാധ്യമങ്ങളും അല്ലെങ്കിൽ ചില ആൾക്കാരും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞാനീ പറയുന്നത് ഇത് എത്ര മുന്നോട്ട് വെച്ചാലും അല്ലെങ്കിൽ മുന്നേറ്റമാണ് ഞങ്ങളുടെ കാര്യം വിജയമാണെന്ന് അവർ ആവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ ചില മാധ്യമങ്ങളെ കൊണ്ടൊക്കെ പറയിക്കാൻ ശ്രമിക്കുമ്പോഴും ശരിക്കും തകർന്നുകൊണ്ടിരിക്കുകയല്ലേ കോൺഗ്രസ്. ഇപ്പം മഹാരാഷ്ട്രയിൽ ഒന്ന് നഷ്ടമായിട്ടുണ്ട്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പം ഈ പുതിയ തെരഞ്ഞെടുപ്പിനകത്ത് മഹാരാഷ്ട്ര കോൺഗ്രസിൻ്റെ ഒരു ലോക്സഭാ മണ്ഡലം BJP പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല 2024 ഇവർ കൊട്ടിഘോഷിച്ച വിജയം അല്ലെങ്കിൽ കൊട്ടിഘോഷിച്ച ഇന്ത്യ മുന്നണിയുടെ വിജയം നമ്മൾ ഈ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെന്ന് നമ്മളങ്ങ് സമ്മതിച്ചു കൊടുത്താൽ തന്നെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യങ്ങൾക്ക് നാളെ കാലത്ത് ഇന്ത്യയിൽ മുന്നോട്ട് പോക്കുണ്ടാവുമെന്ന് പറയുമ്പം അതിനുശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കണ്ടേ? അതിനുശേഷം 2024 തകർന്നടിഞ്ഞു എന്ന് പറയുന്ന കോൺഗ്രസും അല്ലെങ്കിൽ ചില മാധ്യമങ്ങളും BJPയെ പറ്റി പറയുമ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വളരെ കൂടുതലായിട്ട് ജയിക്കാൻ സാധിക്കുമെന്ന് പറയുകയും ആത്മവിശ്വാസം പുലർത്തുമൊക്കെ ചെയ്യുമ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJPയുടെ അധികാരത്തിൽ വരുന്നു. അതിനുശേഷം ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് നിങ്ങൾക്കറിയാം. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുമ്പ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തറയിൽ പോകും, നമ്മൾക്ക് പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ ഈ പറയുന്ന പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം കൂടെ ഉറ്റുനോക്കിയിരുന്ന മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൻ്റെ കൂടെ നിന്ന ഘടകകക്ഷി ഉൾപ്പെടെ ക്ലീൻ സ്വീപ്പിലായി പോകുന്നത്. അന്ന് ശരത് പവാർ എന്ന് പറഞ്ഞ ഏത് ഘട്ടത്തിലും അധികാരത്തിൽ വന്നില്ലെങ്കിലും വന്നാലും 50 സീറ്റിൽ പുറത്ത് എപ്പോഴും
അക്കൗണ്ടിൽ കിടക്കുന്ന പണം പോലെ ഉണ്ടായിരുന്ന ശരത് പവാറിന്റെ അവസ്ഥ 10 സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഭയം കാണും, കാരണം ഇത് കഴിഞ്ഞത് പിന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ സംഭവം അത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ശിവസേന എന്ന് പറഞ്ഞ യഥാർത്ഥ ശിവസേന ഉദ്ധവിന്റെ നേതൃത്വമുള്ള ശിവസേന തന്നെ, അതിനകത്തുനിന്നാണല്ലോ പെടുന്നത്. ആ ശിവസേനയ്ക്ക് നമ്മളീ പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്ന ഒരു തുടക്കത്തിൽ തൊട്ട് മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്ന ഒരു ഗ്രിപ്പ്, ആർക്കും തടുക്കാൻ പറ്റാത്ത ഒരു വോട്ടും അല്ലെങ്കിൽ അതിനുള്ള ആൾബലവും ഒക്കെയുള്ള ആ ശിവസേനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അപ്പം കഴിഞ്ഞ 2024 നടത്തിയ വ്യാജ പ്രചരണങ്ങൾ ഒക്കെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത വ്യാജ പ്രചരണങ്ങൾ, ഭരണഘടനയെ മാറ്റുമെന്ന് പറഞ്ഞത്, OBC-കളുടെ സംവരണം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത്, രാജ്യത്ത് ഈ അല്ലെങ്കിൽ സൈനികർക്കെതിരെ കുറ്റം പറഞ്ഞ് നടത്തിയത്, അദ്ദേഹം നടത്തിയ പ്രചരണങ്ങളെല്ലാം വ്യാജമാണെന്നും ആ പ്രചരണങ്ങൾ നടത്തിയത് ഇവിടുത്തെ ചില മാധ്യമങ്ങളാണെന്നും ആ മാധ്യമങ്ങളുടെ ഫണ്ടർമാർ രാജ്യവിരുദ്ധ ശക്തികളാണെന്നും അതിനിടെ ഏറ്റുപിടിച്ച് നിൽക്കുന്നവരെല്ലാം രാജ്യവിരുദ്ധരാണെന്നും മോദി പറഞ്ഞത് ശരിയാണെന്ന് 2024 ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണല്ലോ. ഇവിടുത്തെ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യുന്നത്. ഈ 2024 ശേഷം ഇവിടുത്തെ ചെറുപ്പക്കാരും കർഷകരും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്ന ഹരിയാന കർഷകരുടെ പ്രശ്നമല്ലേ, ഏറ്റവും കൂടുതൽ കർഷക സമരത്തിന് വേണ്ടി നിന്നിരുന്ന അത് ഹരിയാനയിൽ നിന്നാണ്, അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇവർ ഈ പറയുന്ന സംവരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുള്ള മഹാരാഷ്ട്രയിൽ OBC വിഭാഗത്തിന്. അവരെന്തായി ഇവർ പറഞ്ഞ സംവരണം വിശ്വസിച്ചു, അല്ലെങ്കിൽ ഇവർ പറയുന്ന ഭരണഘടന തിരുത്തുമെന്ന് പറഞ്ഞത് വിശ്വസിച്ചു. അപ്പോൾ വ്യാജ പ്രചരണങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല എന്ന് കണ്ട്, അതായത് ഞാനീ പറയാൻ വന്നത്, ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളിനെ വെച്ച് നാളെ കാലത്തെ കോൺഗ്രസ്സിനെ, ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ വെച്ചിട്ടാണ് കോൺഗ്രസ് ഇലക്ഷനെ അഭിമുഖീകരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ട് നിന്ന് മുന്നണി അഭിമുഖീകരിച്ചത്. അതിനകത്ത് യാതൊരു ഗുണവും കാണാതെ വരുമ്പോൾ വീണ്ടും കോൺഗ്രസിൻ്റെ ഒരു പരീക്ഷണമായിട്ട്, അല്ലെങ്കിൽ നാളെ കാലത്ത് കോൺഗ്രസിനോ ഇന്ത്യ അവരുടെ ഭാഗമായി നിൽക്കുന്ന മുന്നണിക്കോ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഒരു മാറ്റി പരീക്ഷണത്തിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി ഉപയോഗിക്കാൻ കോൺഗ്രസ് സാധ്യതയുണ്ട്. അതിനുവേണ്ടി തന്നെ ആയിരിക്കും ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയെ ഇപ്പം 2024 ഇലക്ഷൻസ്, അതിന് മുമ്പ് അവരെ മത്സരിക്കുകയാണെങ്കിൽ 2024 മത്സരിച്ചാൽ മതിയല്ലോ. അപ്പോൾ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ മറ്റെവിടെയെങ്കിലും നിന്നാൽ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് മാത്രമാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കും. വയനാട്ടിലാകുമ്പോൾ ജയിക്കും. ആ വയനാട്ടിൽ വന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പ് 6ഓ 7ഓ ഘട്ടം കൊണ്ട് നടന്നുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന് ശേഷം നോമിനേഷൻ പോലും കൊടുക്കാൻ സാധിക്കുന്ന മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്നുണ്ട്. ഒന്നിച്ചല്ലല്ലോ നോമിനേഷൻ കൊടുത്തത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് വീണ്ടും ആ ഒരു പേര് പറഞ്ഞ് എതിരെ നിൽക്കുന്ന പാർട്ടികൾക്ക് പോലും പ്രചാരണം നടത്താൻ പറ്റത്തില്ല. രണ്ടിടത്തും ഒരുപോലെ നിൽക്കുന്നു എന്ന് പ്രചാരണം നടത്താൻ പറ്റത്തില്ല. അവിടുത്തെ ഇലക്ഷന് ശേഷമാണ് ഈ പറയുന്ന UP-യിൽ നോമിനേഷൻ പോലും കൊടുക്കുന്നത്. കാരണം ഇത്രയും ഘട്ടം നോമിനേഷൻ കൊടുത്തു. അവിടുന്ന് ജയിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു, അവിടുന്ന് ജയിച്ചു. UP-യിൽ ഇവർ ഈ പറഞ്ഞ പ്രചരണങ്ങളും ഒക്കെ, അല്ലെങ്കിൽ കള്ള പ്രചരണങ്ങളും, ഈ പറയുന്ന OBC വിഭാഗത്തിനിടയ്ക്കും അല്ലെങ്കിൽ ഭരണഘടന തിരുത്തുമെന്നൊക്കെ ഉള്ള പ്രചരണങ്ങളൊക്കെ OBC വിഭാഗത്തിനിടയ്ക്ക് വരും. അതുപോലെ ആവശ്യമില്ലാതെ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചാൽ 1 ലക്ഷം രൂപ വീതം മാസം വീട്ടിൽ തരാവുന്ന സാധാരണപ്പെട്ട വീടുകളിൽ ചെന്ന് കടപ്പത്രം കൊടുത്ത്, അല്ലെങ്കിൽ മുദ്രപത്രത്തിൽ എഴുതി കൊടുത്ത്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ രീതിയിൽ വോട്ട് പിടിച്ച് കബളിപ്പിച്ചാണ് വോട്ട് പിടിച്ചത്. അപ്പം അതിനൊക്കെ ഈ അങ്ങനെ വന്നണക്കെ പോലും അധികാരത്തിൽ വരാൻ സാധിക്കാവുന്നപ്പോഴാണ് ആ സീറ്റ് ഒഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധിയെ തീരുമാനിക്കുന്നതിന് വേണ്ടി സോണിയാഗാന്ധിയും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം, വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ, ഈ ഇത്തരത്തിലുള്ള ഒരു നേതൃത്വത്തെ കൊണ്ടുവരുന്നത്. കാരണം ഇനിയും സമരങ്ങൾ ഏറ്റെടുക്കുന്നതിന് അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ മാറ്റിയിട്ട് സോണിയാഗാന്ധിയെ തന്നെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം വെളിയിൽ പറയുന്നില്ല എന്നുള്ള ഇന്ത്യ മുന്നണിക്കകത്ത് നേതാക്കന്മാർക്കുൾപ്പെടെ, കോൺഗ്രസിനകത്ത് നേതാക്കന്മാർക്കുൾപ്പെടെ, കോൺഗ്രസിനകത്ത് നേതാക്കന്മാർക്ക് പരസ്യമായിട്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ വിമർശിച്ചാൽ പാർട്ടിക്കകത്ത് കാണാത്തത് കൊണ്ട് അതിനകത്ത് പിടിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും അത് പറയാൻ നിൽക്കുന്നുള്ളൂ. ഇദ്ദേഹത്തെ കൊണ്ട് ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ നാളെ കാലത്തെയും വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരവസ്ഥയില്ല എന്ന് കണ്ടുകൊണ്ട് ഈ പറയുന്ന പോലെ ഇന്ദിരാഗാന്ധിയുടെ മുഖവും ഇന്ദിരാഗാന്ധിയുടെ മൂക്കും ഇന്ദിരാഗാന്ധിയുടെ ചിരിയും ഒക്കെയുള്ള, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലുള്ള ഒരു നേതാവായിട്ട് നാളെ കാലത്തെ ഇന്ത്യയിൽ ഉരുത്തിരിയാൻ സാധ്യതയുള്ള നേതാവാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞ് ഈ പറയുന്ന മാധ്യമങ്ങളും അല്ലെങ്കിൽ അവരുടെ പ്രചരണങ്ങളും ഒക്കെ നടത്തി മുദ്രാവാക്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. 2029 ലോക്സഭാ ഇലക്ഷന് ഒരുപക്ഷേ രാഹുൽ ഗാന്ധി റിട്ടയർമെൻറ്റ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാവുകയും ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി പോലും തയ്യാറാവുന്നതിന് വേണ്ടിയുള്ള ഒരു
കരുതലായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം തന്നെ മടുത്തിരിക്കും, കാരണം ഇത് കുറേ വർഷമല്ല ഭാവി പ്രധാനമന്ത്രി. അതിനകത്ത് നമ്മൾ ഈ പറയുമ്പം ഈ കോൺഗ്രസ് ഈ രാഷ്ട്രീയം നെഹ്റു തൊട്ട് ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കോൺഗ്രസ് എന്നും കബളിപ്പിക്കൽ രാഷ്ട്രീയമായിരുന്നു. ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ അത് പിടിച്ചു നിൽക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് ആ പാർട്ടിക്ക് ഇന്ത്യയിലുടനീളം അത്തരത്തിലുള്ള ഒരു അംഗീകാരം ഉണ്ടായിരുന്നു. മാത്രവുമല്ല ഗാന്ധിജിയുടെ കെയർ ഓഫ് ആ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ആ കെയർ ഓഫും പിന്നെ പിൽക്കാലത്ത് ഗാന്ധിജിയുടെ പേര് ഉപയോഗിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും ഗാന്ധിയുടെ പേര് ഉപയോഗിച്ചിട്ടാണല്ലോ ഈ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ പ്രിയങ്ക വാദ്രെ പറയുന്ന പേരും പ്രിയങ്ക ഗാന്ധി എന്നാണ് ഉപയോഗിക്കുന്നത്. ആ പേര് ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയും ഇവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ ഇത്രയും നാൾ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള കപട രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തെ ജനങ്ങൾക്ക് വേണ്ടിയും പറയുന്നു പ്രവർത്തിക്കുന്നു, പലപ്പോഴും ഇപ്പം തന്നെ പ്രവർത്തിക്കുന്നു, അവരുടെ ത്യാഗങ്ങൾ നിരത്തുന്നു. അപ്പോൾ നെഹ്റുവിൻ്റെ കാര്യം പറയുന്നു, നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയാവുന്നു, ഇന്ത്യക്ക് വേണ്ടി പലതും ചെയ്തെന്ന് പറയുന്നു. പിന്നെ അത് അനുസരിച്ച് ഇന്ദിരാഗാന്ധി വരുന്നു. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പുകൾ ഇപ്പം തന്നെ വയനാട്ടിൽ വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ മരണം, രാഹുൽ ഗാന്ധിയുടെ മരണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ രക്തസാക്ഷിത്വം, എൻ്റെ അച്ഛനും ഒക്കെ ഈ പാർട്ടിക്ക് വേണ്ടി, എൻ്റെ അച്ഛൻ്റെ അമ്മ ഈ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായതാണ്, നെഹ്റുവാണ് ഇന്ത്യ കെട്ടിപ്പടുത്തത്. ഇങ്ങനത്തെ ഒരു വ്യാജ പ്രചരണത്തെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് 2014 ശേഷം വളരെ കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഓരോ കാര്യങ്ങളും ഇവർ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പൊതുജനത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ചർച്ച ചെയ്യുന്നതിന്. അതുപോലെ തന്നെ ഇപ്പം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇവർ മതേതര ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുമ്പോൾ തന്നെ ആ പാർട്ടി മതേതര ജനാധിപത്യ പാർട്ടിയല്ല. ഇവിടുത്തെ ഇന്ത്യക്കകത്ത് ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഒക്കെ വിഘടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നും ഇതുവരെ അവർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഓരോന്നും അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഓരോന്നും ഉദാഹരണം എടുത്തു കാണിച്ച് പറയുന്നതിന് വേണ്ടി BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 2024 വരെ നടത്തിയ വ്യാജ പ്രചരണം അല്ലെങ്കിൽ പ്രചരണം ഏൽക്കാതെ പോവുകയും ഇപ്പം നടക്കുന്ന പ്രചരണങ്ങൾ വ്യാജമാണ്, അത് ജനങ്ങൾ മനസ്സിലാക്കി പോവുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് ഇനി അങ്ങോട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം ഇപ്പം തന്നെ മഹാരാഷ്ട്ര EVM സുതാര്യമായിട്ട് ഇലക്ഷൻ നേടുന്ന ഒരു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ രീതിയിൽ ലോകം അംഗീകരിച്ചു. ഇപ്പോൾ ഏറ്റവും 2024 തെരഞ്ഞെടുപ്പുകൾ ലോകം അംഗീകരിച്ചു. കാരണം ഇത്തരത്തിൽ 100 കോടിക്കകത്ത് വരുന്ന ജനത്തിൻ്റെ ജനാധിപത്യം പരിശോധിക്കാൻ ഒരു കുഴപ്പവുമില്ലാതെ മറ്റു രാജ്യങ്ങൾക്ക് സാധിക്കുമോ? കാരണം ഇത്രയും ജനസംഖ്യയുള്ള രാജ്യം ഇവിടെ ഉണ്ട്. അതിനെ അംഗീകരിക്കുമ്പോൾ ആ ജനാധിപത്യ സംവിധാനത്തിനകത്ത് കുഴപ്പങ്ങളുണ്ടെന്നും അല്ലെങ്കിൽ ആ ജനാധിപത്യ സംവിധാനം മോശമാണെന്നും ഒക്കെ ഇവിടുത്തെ ജനങ്ങളെ സാധാരണക്കാരെ ലോകത്തോടുന്നീളോ അല്ലെങ്കിൽ കോടതികളെയൊന്നും ബോധ്യപ്പെടുത്താനൊന്നും സാധിച്ചിട്ടില്ല. ഇത് വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് വിദേശത്തു നിന്ന് ഫണ്ട് മേടിക്കുകയാണ്, വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ NGOസിനെ വെച്ചിട്ട് ഓരോ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി കൊണ്ടുവന്ന് റിട്ട് കൊടുത്തിട്ടില്ലേ, ബാലറ്റിലാക്കണം, മറ്റേ വ്യാജമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആര് കൊണ്ടുവന്ന് ഒരു കോടതിയിൽ ഒരു പരാതി കൊടുത്താൽ എത്ര വട്ടം തള്ളിയ പരാതിയാണെങ്കിലും പണിഷ്മെൻറ്റോടുകൂടി ആ പരാതി നാളെ കാലത്ത് തള്ളാം. പക്ഷേ ആ പരാതി സ്വീകരിച്ചേ മതിയാവത്തുള്ളൂ. അത് അതിൻ്റെ ഒരു നിയമമാണ്. അപ്പോൾ പരാതി സ്വീകരിക്കുമ്പോൾ ഇവർക്ക് അനുകൂലമായിട്ടുള്ള മാധ്യമങ്ങൾ പറയും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിനകത്ത് വ്യാജമാണെന്ന് കണ്ട് ബാലറ്റിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നെറേറ്റീവ്സ് അതുപോലെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഏറ്റവും അവസാനം വയർ കൊണ്ടുവന്നൊരു വാർത്ത ഉണ്ട്. വയർ ആരുടെയാണെന്നറിയാമല്ലോ? സോറോസിൻ്റെ ഫണ്ട് മേടിച്ചിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന YouTube ചാനലുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൃംഖലയ്ക്കകത്ത് വരുന്ന വയർ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവിടെ 5 ലക്ഷം വോട്ട് അധികം വേണ്ടി. 6 കോടി EVMനകത്തും 5 ലക്ഷം വോട്ട് ആരുടെയായിരുന്നു? 5 ലക്ഷം വോട്ട് എങ്ങനത്തെ വോട്ടായിരുന്നു? 5 ലക്ഷം വോട്ടെന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്ന പോസ്റ്റൽ വോട്ടുകളാണ്. പോസ്റ്റൽ വോട്ടുകൾ EVMനകത്ത് വരത്തില്ല. ഇത് ഏറ്റവും വലിയ തമാശ, ഇത് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിന്റെ 2019 അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചത് ആരിഫാണ്. എന്നിട്ട് നിയമസഭ വരുമ്പോൾ ഹരിപ്പാട് ഇയാൾ ജയിക്കും. ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മഹാരാഷ്ട്രയിൽ ക്ലീൻ സ്വീപ്പായിട്ട് ഒരു പാർട്ടിയെ അംഗീകരിക്കാൻ അവിടുത്തെ ജനം തയ്യാറാവുന്നതിനകത്ത് അത് ജനാധിപത്യ രീതിയിലല്ല ആ പാർട്ടി അധികാരത്തിൽ വന്നതെന്ന് പ്രചരണം നടത്തുകയാണ്. ആ വ്യാജ പ്രചരണം കൊണ്ട് വലിയ ഗുണമുണ്ട്. കാരണം ഈ വ്യാജ പ്രചരണം കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കാൻ നാളെ കാലത്ത് ഏതെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ നടക്കും. അപ്പോൾ ഇത് രീതിയിൽ അതായത് BJPയും കോൺഗ്രസിനപ്പുറം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അപ്പുറം പോലെ ഏത് പാർട്ടി വന്നാലും അത് ജനാധിപത്യ രീതിയിലല്ല വരുന്നത്, അട്ടിമറിയിൽ കൂടിയാണ് വരുന്നത്. അതിനകത്ത് ജനാധിപത്യ സ്വഭാവമില്ലെന്ന് വരുന്നത് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം അതിൻ്റെ പേര് പ്രക്ഷോഭം. 2024 ഒരു 100 സീറ്റ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഇത്രയും സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ BJP ഈ പറയുന്ന പോലെ 404 സീറ്റിൽ അധികാരത്തിൽ വന്നാൽ
രാഹുൽ ഗാന്ധി ഇവിടെ പ്രക്ഷോഭം ആരംഭിച്ചേനെ. അതിനും രാഹുൽ ഗാന്ധിക്ക് ശകലം ബുദ്ധിമോശമുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ BJP വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഒരു കലാപം നടക്കുന്നു. അപ്പോൾ ആ കലാപം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ജനാധിപത്യ രീതിയിൽ അല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് വരുത്തീർക്കുന്നതിന് വേണ്ടി അവർ മനഃപൂർവ്വം പറയുന്നതാണ്. രമേശ് ചെന്നിത്തല പറയും, രാഹുൽ ഗാന്ധി പറയും, ഖാഡ്ഗെ പറയും. അപ്പോൾ ഇതിനകത്ത് സംശയം വരും. വയർ പോലുള്ള മാധ്യമം, എല്ലാ മാധ്യമങ്ങളും 24 ഉൾപ്പെടെയുള്ള മാധ്യമത്തിനകത്ത് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയർ അതിന് തിരിച്ചു വാർത്ത കൊടുത്തു. കാരണം അവിടെ നടന്നിരിക്കുന്ന EVM നടന്ന വോട്ട് പിന്നെ പോസ്റ്റലോട്ടാണ് 5 ലക്ഷം, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ്. അത് എന്നിട്ട് പോലും ഇത് തിരിച്ചു പറയുന്നതിനോ ആ തെറ്റ് പറ്റിയത് ഏറ്റെടുത്ത് മാധ്യമങ്ങൾ കാണിക്കുന്നതിനോ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാവുന്നില്ല. നേരത്തെ 5 ലക്ഷം വോട്ട് പോൾ ചെയ്തതിനെക്കാട്ടി അധികം എണ്ണി എന്ന് പറയാൻ വ്യഗ്രത കാണിച്ച മാധ്യമങ്ങൾ അതങ്ങനെയല്ല എന്ന് അത് പുറത്തുവിട്ട വയർ അതങ്ങനെയല്ല എന്ന് വയർ തിരിച്ചു പറഞ്ഞിട്ട് പോലും അത് തിരുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറൊന്നുമില്ല. അത് തിരുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഇത് പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള രാഷ്ട്രീയമാണ്. അത് ഞാനീ പറഞ്ഞത്, ഏത് രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തിയിട്ടും ഏത് രീതിയിലുള്ള പ്രചരണം ഇപ്പം നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരെ നടത്തിയിട്ടോ നടക്കാതെ പോകുന്നത് കൊണ്ടും ആ പ്രചരണം ഏറ്റെടുക്കാതെ പോകുന്നതും പ്രചരണം വ്യാജമാണെന്ന് കണ്ട് ജനം തിരസ്കരിക്കുമ്പോൾ ഒരു നേതാവിനെ മാറ്റി പരിശോധിച്ച് വീണ്ടും ഒരു അജണ്ടയുമായിട്ട് 2029 വരുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ മുന്നണി ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ അത് വിജയിച്ചു പോകണമെന്നില്ല. പ്രിയങ്ക ഗാന്ധിക്ക് എത്ര നാക്കും മൂക്കും അല്ലെങ്കിൽ സംസാരവും ആകൃതിയും ഒക്കെ ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ ജനം പഴയതുപോലെ വിശ്വസിച്ച് പോകുന്നൊരവസ്ഥയില്ല. ജനം പരിശോധിച്ച് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വ്യാമോഹം നടക്കുമെന്ന് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.